ഓക്കെ മക്കളെ, വെൽക്കം ടു ജി ക്യു അക്കാദമി. ഞാൻ പൃഥ്വിൻ ഗോപി. നിങ്ങളെ കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ വരകൾ രൂപങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് അധികം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു എക്സാം ഉണ്ടായിരുന്നു, മക്കളെല്ലാവരും എക്സാം എഴുതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ എക്സാമിന് നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. പക്ഷെ അതിൽ കുറെ കുട്ടികൾ ചില ക്വസ്റ്റ്യന് ആൻസർ എഴുതിയിട്ടില്ല. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, പക്ഷെ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രവണത നമ്മൾ കാണിക്കാൻ പാടില്ല. കാരണം നമ്മൾ LSS എഴുതുമ്പോൾ ഏതൊരു ചോദ്യമാണെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ PSC പോലുള്ള എക്സാം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തെറ്റായതിന് കർപ്പിച്ചാൽ അവിടെ ബബിൾ ചെയ്താൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാം. പക്ഷെ LSS പോലുള്ള എക്സാമിനെ നിങ്ങൾക്ക് മൈനസ് മാർക്ക്, അതായത് നെഗറ്റീവ് മാർക്ക് ചെയ്യുക. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ആ നിശ്ചിത സമയത്തിനുള്ളിൽ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. അപ്പോൾ മാഷ് ഒരു കഥ പറഞ്ഞുതരാം. ഈ കഥയുമായി മക്കൾക്ക് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ മക്കള് ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യങ്ങൾ വന്നതിന് ആൻസർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് 3ാമത്തെയും 4ാമത്തെയും 3rd 4th ക്വസ്റ്റ്യൻ ആണ് കുറെ പേര് ആൻസർ ചെയ്യാതിരുന്നത്. അറിയാഞ്ഞിട്ടായിരിക്കും, പക്ഷെ അവിടെ എന്തെങ്കിലും നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ എഴുതാമായിരുന്നു. അപ്പൊ മാഷ് കഥയിലേക്ക് കിടക്കാം. മാഷിന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ രാത്രി വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് കയറി കിടന്നുറങ്ങിയതായിരുന്നു. നിർഭാഗ്യവശാൽ മാഷിന്റെ കൂട്ടുകാരന്റെ വീട്ടില് അന്ന് രാത്രി ജനലോ മറ്റോ എന്തെങ്കിലും തുറന്നിട്ടുണ്ടാവാം, കാരണം അറിയില്ല, ഒരു പാമ്പ് റൂമിന്റെ അകത്ത് കയറിയിരുന്നു. ഇതറിയാതെ കിടക്കയിൽ കിടന്നിറങ്ങിയ കൂട്ടുകാരന്റെ അച്ഛന്റെ മരണ വാർത്തയാണ് പിറ്റേ ദിവസം മാഷൊക്കെ കേട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത വീട്ടുകാരായ ഞങ്ങളൊക്കെ വളരെ ഷോക്കായിരുന്നു. അന്ന് മുതൽ ഏകദേശം ഒരു മാസത്തോളം കാലം വീട്ടിലൊക്കെ മാഷിന്റെ അച്ഛനായാലും അമ്മയാണെങ്കിലും മാഷാണെങ്കിലും കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ റൂം പിന്നെ കട്ടിലിന്റെ അടി എത്ര നമ്മൾ വിരിച്ച് നല്ല ഭംഗിയിൽ വെച്ചാലും വീണ്ടും വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്യാം, അതായത് ഒക്കെ സുരക്ഷിതല്ലേ എന്ന് ചെക്ക് ചെയ്യണ ഒരു പ്രവണത മാഷിനും മാഷിന്റെ വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ജാഗ്രത ഞങ്ങൾ മറന്നു. പിന്നെ അങ്ങനെ പോയി. പിന്നീട് ഒരു വാർത്തയിൽ കേട്ടു, നമ്മളെല്ലാവരും വീട്ടിലേക്ക് വന്നാൽ ഷൂ ഒക്കെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെ നല്ല രീതിയിൽ അയച്ചു വെച്ച് പോകും. പിന്നീട് നമ്മൾ നേരെ വന്നിട്ട് ആ ഷൂ അങ്ങ് ധരിച്ചിട്ട് സ്കൂളിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ആ സമയത്തും ഇതേപോലെ തന്നെ പാമ്പ് വന്ന് ഷൂവിന്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിരുന്ന് അതറിയാതെ ഒരാൾ ആ ഷൂ ധരിക്കുകയും പാമ്പിന്റെ കടി ഏൽക്കുകയും മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ മാഷാണെങ്കിലും മാഷിന്റെ വീട്ടിലുള്ള ആളുകളാണെങ്കിലും പുറത്ത് എവിടെ പോകുമ്പോഴും ഷൂ ഒക്കെ മാക്സിമം പുറത്ത് അയച്ചു വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് പോവാറുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാഷിനും ആ ഒരു രീതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളെ പൊതുസമൂഹം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹോട്ടലില് പഴകിയ ഭക്ഷണം കഴിച്ച് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥരും പിന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ എന്താണ്, ചെക്കിംഗ് ആണ്. എല്ലാ ഹോട്ടലിലും അരിച്ചു പെറുക്കി ചെക്കിങ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ അറിയാം, ഒരു വിഷമമുള്ള വേറൊരു കാര്യമാണ് ഒരു കുട്ടി മരണപ്പെട്ട വിവരം, ഷോക്കേറ്റ്. അതിനുശേഷം എല്ലാ സ്കൂളിന്റെ ഫിറ്റ്നസ്സും എല്ലാ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു രീതി. അപ്പൊ ഇവിടെയൊക്കെ നമ്മളെ കോമൺ ആയിട്ട് സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് എന്തെങ്കിലും അപകടം വന്നതിന് ശേഷം അതങ്ങ് എന്ത് ചെയ്യുക, ആ അപകടം വന്നതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എപ്പോഴും ജാഗ്രത ആവണം. അപ്പൊ കഴിഞ്ഞ എക്സാമിന് മാഷിന്റെ ചില ക്വസ്റ്റ്യൻസ് ചില കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല, അവരവിടെ ഒഴിച്ചിട്ടതായിരുന്നു. ഇനി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളെ LSSന് വന്നാൽ നമ്മൾ അതിന് ഉത്തരം എഴുതണം. അപ്പൊ അതിനു വേണ്ടിയാണ് മാഷ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. ഇപ്പൊ മാഷ് നിങ്ങൾക്ക് പഠിച്ച അതേ കാര്യം അതേപോലെ ചോദ്യമായിട്ട് ചോദിക്കുകയും നിങ്ങൾ അതിന് മാർക്ക് വാങ്ങുകയും 10ൽ 10 വാങ്ങിയാൽ നിങ്ങളും ഹാപ്പി, പാരന്റ്സും ഹാപ്പി. അങ്ങനെ പോയി ഇതേപോലെ
നമ്മളെ കുഴയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ LSS എക്സാമിന് ഉണ്ടാകുമ്പോഴാവും നമ്മൾ തല പുകഞ്ഞ് ആലോചിക്കുകയും അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുകയും ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇതേപോലുള്ള സ്ട്രോങ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ആ പാമ്പിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മളെ മാർക്ക് എവിടെയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ജാഗ്രത പാലിക്കണം. ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എപ്പോഴും സ്വീകരിക്കണം. മാർക്ക് നഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ട് എനിക്ക് ആ മാർക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക, അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. ഓക്കെ, ഇനി മുതൽ ഏത് സബ്ജക്റ്റും, മാത്സിന്റെ കേസിലല്ല, ഏത് സബ്ജക്റ്റിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം തന്നാൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം വരകൾ രൂപങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഷേപ്സ് അല്ലെ, ഏതൊക്കെ ഷേപ്സാ പഠിച്ച്? സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അതായത് വൃത്തം പഠിച്ചു, ചതുരം പഠിച്ചു, സമചതുരം പഠിച്ചു, ത്രികോണം പഠിച്ചു. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ഡോറ സഞ്ചരിക്കുമല്ലോ, അതേപോലെ തന്നെ ആദ്യം ഇങ്ങനെ വീട്, മല, പുഴ, വീട്, മല, പുഴ. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൃത്തം അല്ലെ, വൃത്തം എന്ന് പറഞ്ഞാല് സർക്കിള്. എന്താണ് സർക്കിളിന്റെ പ്രത്യേകത? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സർക്കിളിന്റെ പ്രത്യേകത വശങ്ങളില്ലാത്ത ജ്യാമിതീയ രൂപം അല്ലെ. ദ ജിയോമെട്രിക്കൽ ഷേപ്പ് വിത്തൗട്ട് ഷേപ്പ് അല്ലെ. ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വിത്തൗട്ട് ഷേപ്പ്. എന്തില്ല, അതിന് നിശ്ചിത വശങ്ങൾ അല്ലെ. വൃത്തത്തിന്റെ പ്രത്യേകത നമ്മളവിടെ പഠിച്ചതാണ്. എന്താണ് വൃത്തത്തിന്റെ പ്രത്യേകത? ജിയോമെട്രിക്കൽ ഷേപ്പ് വിത്തൗട്ട് സൈഡ്സ്. സൈഡ്സ് ഇല്ലാത്ത രൂപങ്ങളാണ് എന്ത്? വൃത്തം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് ട്രയാങ്കിൾ, ത്രികോണം. എന്താണ് ത്രികോണത്തിന്റെ പ്രത്യേകത? യെസ്, 3 സൈഡ്സ് ഉണ്ട്, 3 കോൺസ് ഉണ്ട്, 3 കോർണർ അല്ലെ. 3 മൂലകളുണ്ട്, 3 വശങ്ങളും ചേർന്ന ജാമിതീയ രൂപമാണ് എന്ത്? ത്രികോണം. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. പിന്നെ സമചതുരവും ചതുരവും, അതായത് റെക്റ്റാങ്കിളും സ്ക്വയറും നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അപ്പുവിന്റെയും ദുപ്പുവിന്റെയും ഒരു കഥ റിലേറ്റഡ് ചെയ്താണ് മാഷ് പഠിപ്പിച്ചത്. അതും മക്കൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് പെരിമീറ്റർ, ചുറ്റളവ് കാണാനും വേണ്ടി ഒരു സമവാക്യവും കാര്യങ്ങളൊക്കെ മാഷ് പഠിപ്പിച്ചിരുന്നു. 2 ഇൻറ്റു നീളം പ്ലസ് വീതി. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾക്ക് ഒരു ചതുരത്തിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ. ചുറ്റളവ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയില്ല, ഒരു വേലി കെട്ടിയപ്പോൾ ആകെയുള്ള മതിലിന്റെ നീളം, ആ രീതിയിലായിരിക്കും നമുക്ക് ചോദ്യം വരിക. ഇവിടെ ഇപ്പൊ ചോദിച്ചത്, ഫസ്റ്റ് ചോദ്യം നോക്കുക, 11 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് അവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മതിലിന്റെ ചുറ്റുള്ള അളവ് കാണാനോ അല്ലെങ്കിൽ ഒരു കമ്പിവേലി കെട്ടി അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ട് എന്നൊക്കെ കാണാനുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഇൻറ്റു നീളം പ്ലസ് വീതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലുള്ള സംഖ്യകൾ, നമുക്ക് എളുപ്പത്തിൽ കൂട്ടാനൊക്കെ ഉള്ള രീതിയിലുള്ള സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്യുക, ആ 4 സൈഡ്സ് എന്ത് ചെയ്യുക, അങ്ങ് കൂട്ടുക. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് എന്താണ്, ഇത് ചതുരം ആയതുകൊണ്ട് തന്നെ ചതുരത്തിന്റെ പ്രത്യേകത എന്താ ഇന്നലെ പറഞ്ഞു, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ എന്താണ്, ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്തായാലും ഒരു സൈഡിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ ആ നീളം വീണ്ടും ഉണ്ടാവും, മറ്റൊരു സൈഡിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കുക, 11 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ എന്നാണ്. ഇങ്ങനെ വരുമ്പോ എന്താ ചെയ്യുക, ഒരേ സംഖ്യകൾ എപ്പോഴും ആദ്യം കൂട്ടാൻ ശ്രമിക്കുക. ഒരേ സംഖ്യകൾ എപ്പോഴും ആദ്യം കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ 42 സെന്റിമീറ്റർ മാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. 11 പ്ലസ് 10 പ്ലസ് 11 പ്ലസ് 10. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, 11 കൂട്ടുക, പിന്നെ 10 കൂട്ടുക. അതാവുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി രണ്ടാമത്തെ നോക്കുക, 5 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ പ്ലസ് 10 സെന്റിമീറ്റർ. അതാവുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, 11 പ്ലസ് 11 ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു 2. Then 1 plus 1 is equal to 2. The total എത്ര? 22. നെക്സ്റ്റ് വൺ നോക്കുക, 10 പ്ലസ് 10 അല്ലെ.
0 + 0 0, 2 പ്ലസ് 1 + 1 2. അപ്പൊ എന്ത് ചെയ്യാ 22 + 20 = 42. പിന്നെ അവിടെ എന്താണ് അതിന്റെ യൂണിറ്റ് നോക്കണം. ഇവിടെ സെന്റിമീറ്റർ ആണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സെന്റിമീറ്റർ തന്നെ ഉത്തരം എഴുതുക. ഇനി മീറ്റർ തന്നാൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് മീറ്ററിൽ വേണം ഉത്തരം എഴുതുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ സിമ്പിൾ അല്ലേ? ഇത് എന്തിനാ അങ്ങനെ പറഞ്ഞു തരുന്നത് വെച്ചാൽ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മാഷ് നിങ്ങളെ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് മാഷ് മനസ്സിലാക്കുകയും ആ രീതിയിൽ നോക്കിയിട്ട് മാഷ് പറഞ്ഞതാണ് കേട്ടോ. അടുത്തതും അതേപോലെ തന്നെ 10ഉം കൂട്ടുക 20, 5ഉം 5ഉം കൂട്ടുക 10. അപ്പൊ അത് ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 + 10 = 30 സെന്റിമീറ്റർ. ഓക്കെ, ഡണ്ണല്ലേ? ഉഷാറല്ലേ? കട്ടയ്ക്ക് കൂടല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തോട്ട് കിടക്കാം. ഇനി ഇതേപോലെ തന്നെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. സ്ക്വയറിന്റെ പ്രത്യേകത അറിയാലോ, 4 ഭാഗവും ഈക്വൽ ആയിരിക്കും അല്ലെ? 4 sides ആർ ഈക്വൽ ആണ്. അപ്പൊ 2 + 2 + 2 + 2 അല്ലെ? 20 ആണെങ്കിൽ 20 + 20 + 20 + 20. ഇങ്ങനെ ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടാൻ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് കുറെ പേർക്ക് മാർക്ക് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം എന്ത് ചെയ്യുക, ഇപ്പൊ ഇവിടെ 2 കൊടുത്തതിന് പകരം നിങ്ങൾക്ക് 20 സെന്റിമീറ്റർ ആണ് തന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ആദ്യത്തെ 2 20 തമ്മിൽ കൂട്ടുക 40. പിന്നത്തെ ആ 40യോട് കൂടി അടുത്ത 20 കൂട്ടുക 60. പിന്നെന്ത് ചെയ്യുക, 60യോട് കൂടി അടുത്ത 20 കൂട്ടിയിട്ട് 80 എന്ന് എഴുതി എന്ത് ചെയ്യണം, ആ യൂണിറ്റ് സെന്റിമീറ്റർ ആണ് തന്നെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുക 80 മീറ്റർ എന്നുള്ള രീതിയിൽ ഉത്തരം എഴുതുക. അപ്പൊ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് മാഷ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ അല്ലേ? ഇനി നമുക്ക് അടുത്ത കാര്യത്തോട്ട് കിടക്കാം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, റെക്റ്റാങ്കിൾ ഷേപ്പിനെ കുറിച്ച്. അപ്പൊ റെക്റ്റാങ്കിൾ ഷേപ്പില് ലെങ്ത്തും വിഡ്ത്തും ഉണ്ട് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡയമെൻഷൻ 3D ആയിട്ടുള്ള ഷേപ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3D ഷേപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മാഷ് ഒരു കോൾഗേറ്റിന്റെ പാക്ക് എന്ത് ചെയ്ത് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സാധാരണ ഒരു റെക്റ്റാങ്കിൾ, ഒരു പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് അവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ. പക്ഷെ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ദാ ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്, ദെൻ ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ കളിക്കാം അല്ലെ. നമ്മളെ ക്യൂബ് ഒക്കെ അല്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ മാറ്റി 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 കളിക്കാറില്ല. അത്തരം രൂപങ്ങളെയാണ് 3 ഡയമെൻഷൻ രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യണേ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോ 3 ഡയമെൻഷൻ 3D ഷേപ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരു സോളിഡ് ഷേപ്പാണ്. അപ്പോ ഈ കട്ട ഉപയോഗിച്ച് കാണിച്ചതുപോലെ അതും എന്താണ്, ഒരു സോളിഡ് ഷേപ്പാണ്. അതിലെ മെഷർമെന്റ് വരുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹൈറ്റ്, ലെങ്ത്, വിഡ്ത്ത്. ഹൈറ്റ്, ലെങ്ത്, വിഡ്ത്ത്, അതായത് നീളം, വീതി, ആഴം, ഇതാണ് അതിന്റെ മെഷർമെന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ച ചതുരത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ നീളം, വീതി, അതായത് ലെങ്ത്തും വിഡ്ത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു പിക്ചർ വരുമ്പോൾ അവിടെ ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും വന്നിട്ടുണ്ട്. ഇനി നോക്കുക, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് 3 ഡയമെൻഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, രൂപങ്ങളും അതിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇത് നോക്ക്, ഇതൊരു സ്ഫിയർ ആണ്, അതായത് ഒരു ഗോളം. നമ്മൾ 2 ഡയമെൻഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വൃത്തം അല്ലെ. ഒരുപാട് പേര് സർക്കിൾ എഴുതാത്തതുകൊണ്ട് ഒരുപാട് മാർക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പാമ്പിന്റെ കഥ മാഷ അവിടെ എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് തന്നത്. ഇനി യാതൊരു കാരണവശാലും ജാഗ്രത ആവണം, ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഏതൊരു ചോദ്യമാണെങ്കിലും അതിന് ഉത്തരം എഴുതാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. അതങ്ങനെ പോകണം. ഏത് വലിയ പരീക്ഷയ്ക്കും ഉത്തരം എഴുതണം. വലിയ രീതിയിൽ എത്തുമ്പോൾ PSC പോലുള്ള എക്സാം ഒക്കെ എഴുതുമ്പോൾ, വലിയ കുട്ടികളെ എഴുതുമ്പോൾ മാത്രം എന്ത് ചെയ്യണം, അറിയുന്നത് മാത്രം കർപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇവിടെ നോക്കുക,
ഇതൊരു സ്ഫിയർ ആണ്, ഒരു ഗോളമാണ്. ഗോളത്തിന്റെ പ്രത്യേകത എന്താ? ഗോളത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇവിടെ തന്നെ നോക്കാം. സ്ഫിയർ ഷേപ്ഡ് ഒബ്ജക്ട്സ് എന്തൊക്കെയുള്ളത് നോക്കിക്കേ. നമ്മളെ പന്ത്, ഫുട്ബോൾ അല്ലെ, ചെക്കന്മാരെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഫുട്ബോൾ. ഇപ്പോൾ സ്കൂളിലൊക്കെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒരു ഫുട്ബോൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി അതിനങ്ങ് വോട്ട് ചെയ്യും സ്കൂളിലെ ഇലക്ഷനിൽ മക്കള്. നിങ്ങളൊക്കെ അതേപോലെയാണോ? ശരിക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നല്ല ആളുകൾക്ക് വേണം വോട്ട് ചെയ്യാൻ. പിന്നെ ഓറഞ്ച് നോക്കുക, നമ്മളൊരു ഗ്ലോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? എന്തിന്റെ ഉദാഹരണമാണ്? ഗോളത്തിന്റെ ഉദാഹരണമാണ്. അപ്പോ ഗോളം, അതായത് സ്ഫിയറിന്റെ ഉദാഹരണങ്ങൾ ഈ എക്സാമ്പിൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം ഈ രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതായത് ഒരു മുഖമുള്ള ത്രിമാന രൂപം, ഒരു മുഖം, ഒരൊറ്റ ഫേസ് അല്ലെ, അതിനെങ്ങനെ പറയും? വൺ ഫേസ്. ഇറ്റ് ഈസ് 3-dimensional ഫിഗർ വിത്ത് ഓൺലി വൺ ഫേസ്. ഓൺലി വൺ ഫേസ്. അതാണ് എന്ത്? ഗോളം എന്ന് പറയുന്നത്. ഗോളത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ മക്കളെ? ഒന്ന് പറഞ്ഞേ, കണ്ണടച്ച് പറഞ്ഞേ. ഫുട്ബോള് വരട്ടെ, ഓറഞ്ച്, പിന്നെ നമ്മളെ കുട്ടികൾ കളിക്കുന്ന അങ്ങനത്തെ ബോളും ഗ്ലോബും ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? സ്ഫിയർ അല്ലെങ്കിൽ ഗോളത്തിന്റെ ഉദാഹരണമാണ്. ഇനി അടുത്തത് നോക്കുക. നമ്മൾ അവിടെ റെക്റ്റാങ്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ റെക്റ്റാങ്കിൾ പോലുള്ള 3D രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ രൂപം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഏത് സമയത്ത് നമ്മൾ യൂസ് ചെയ്ത്? ബർത്ത്ഡേ സമയത്ത് അല്ലെ? ബർത്ത്ഡേ സമയത്ത് ബർത്ത്ഡേ ക്യാപ്പായിട്ട് ഈ ഒരു രൂപം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ രൂപങ്ങളെ പറയുന്ന പേരാണ് കോൺ, വൃത്തസ്തൂപിക, കോൺ. ഓക്കെ, ഇങ്ങനത്തെ രൂപത്തിന് പറയുന്ന പേരാണ് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ. ഇതിനെന്തൊക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം മക്കളെ? ഒന്ന് ആലോചിച്ചേക്കെ. ഒന്ന് ചിത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ ബർത്ത്ഡേ തൊപ്പി അല്ലെ, ബർത്ത്ഡേ ഹാറ്റ്, ബർത്ത്ഡേ ക്യാപ്പ് എന്നൊക്കെ പറയുന്ന നമ്മളെ ബർത്ത്ഡേ തൊപ്പി, അതിന് യൂസ് ചെയ്യാം. വേറെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ചിത്രം, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ ഹൈവേന്റെ പണിയൊക്കെ നടക്കുമ്പോൾ കുറെ ആളുകൾ ഇതിന്റെ മേലെ കൂടി ഒക്കെ പോയി ഇതൊക്കെ അവിടെ ചമ്മന്തി മാതിരി കിടക്കുന്നുണ്ട്. ഇതാണ് ട്രാഫിക് കോർണർ. ഇതിങ്ങനെ വെച്ച് നിങ്ങൾ ഹൈവേയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഒരു വശത്തേക്ക് വണ്ടി കയറാൻ പാടില്ലെങ്കിൽ അവിടെ ഇത് വെച്ചിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ട് നമ്മൾ പോവാതെ പോകും. പിന്നെ ഇതാ നമ്മളെ കോൺ ഐസ്ക്രീം, പിന്നെ ഇതാ നമ്മളെ ബർത്ത്ഡേ തൊപ്പി അല്ലെ. ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോണിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഇതുവരെ പഠിച്ചത് റിവേഴ്സ് ചെയ്യണോ? വളരെ സിമ്പിൾ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ കാര്യങ്ങൾ ഒന്നും കൂടി എടുത്ത് പറയാനാണ് അധികം സമയം എടുത്തത്. അതിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. കൂടാതെ ഇന്നത്തെ 3 ഡൈമെൻഷനുമായി ബന്ധപ്പെട്ട് ആദ്യം ഗോളം അല്ലെ, സ്ഫിയർ പരിചയപ്പെട്ടു, എക്സാമ്പിൾ പരിചയപ്പെട്ടു. പിന്നെന്താ? വൃത്തസ്തൂപിക, അതായത് ട്രയാങ്കിളിന്റെ രീതിയിൽ വരുന്ന വൃത്തസ്തൂപിക, കോണ് പരിചയപ്പെട്ടു, കോണിന്റെ എക്സാമ്പിൾ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ. ഈ രൂപം ഇതിനെന്താ പറയാ? നമ്മൾ ഓക്കെ, ഗോളം വരെ സെറ്റ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇതാണ് എന്ത്? റെക്ടാങ്കുലർ ബ്ലോക്ക്, അതായത് ചതുരക്കട്ട അല്ലെ. നമ്മള് എന്ത് പഠിച്ചിട്ടുണ്ട്? ചതുരം പഠിച്ചിട്ടുണ്ട്. അത് ത്രിമാന രൂപത്തിലേക്ക്, അതായത് 3 ഡൈമെൻഷനിലേക്ക് വന്നപ്പോഴുള്ളതാണ് ചതുരക്കട്ട അല്ലെ. നേരത്തെ മാഷ് ഇങ്ങനെ തട്ടി കളിച്ചപ്പോ തിരിച്ചു പോയില്ലേ? ഒരു കോൾഗേറ്റിന്റെ പാക്കിന്റെ കവർ പെട്ടി ഉണ്ടല്ലോ, അതേപോലെ. അതിന് വേറൊരു ഉദാഹരണമാണ് നമ്മുടെ സോപ്പ്. ഒരു പെട്ടി, വലിയ സോപ്പൊക്കെ വാങ്ങുമ്പോൾ, ചന്ദ്രികൊക്കെ വാങ്ങുമ്പോൾ, സന്തൂറൊക്കെ വാങ്ങുമ്പോൾ ഒരു പെട്ടി, വലിയൊരു പെട്ടി പോലെയല്ലേ കിട്ടുക? അതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഉദാഹരണമാണ്. പിന്നെ എന്തൊക്കെയാ കണ്ട് റെക്ടാങ്കുലർ ബ്ലോക്കിലായിട്ട് നിങ്ങൾ? ഫോണ് അല്ലെ, നമ്മുടെ ഫോണ് റെക്ടാങ്കുലർ ബ്ലോക്കിന് ഉദാഹരണമാണ്. അപ്പോ ഈ ഉദാഹരണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും പൃഥ്വിയുടെ ഏതൊരു രൂപത്തിലാണുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ചതുരക്കട്ട എന്നുള്ള രീതിയിൽ എഴുതണം. അവിടെ വൃത്തസ്തൂപികയൊന്നും എഴുതാൻ പോവരുത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കുക. ഇതെന്താണ് ചിത്രം? ഇതെന്താ പറഞ്ഞേ? യെസ്, ഇത് ക്യൂബാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയണതാണ്. ഇത് ക്യൂബാണ്. ഈ ക്യൂബ് നമ്മുടെ സ്ക്വയർ, അതായത് സമചതുരത്തിന്റെ ത്രിമാന രൂപത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ കാണുന്ന ക്യൂബായിട്ട്
മാറിയിട്ടുള്ളത്. ഈ ക്യൂബിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നോക്കിക്കേ, ചിത്രങ്ങളിലേക്ക് നോക്കിക്കേ. ആ, ഡൈസ് അല്ലെ, ഡൈസ് നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കട്ട അതിന് ഉദാഹരണമാണ്. ഇങ്ങനത്തെ ഗിഫ്റ്റ് ബോക്സ് അതിന് ഉദാഹരണമാണ്. പിന്നെ കട്ട വീടൊക്കെ വെച്ചാണ് കുട്ടികൾ കളിക്കുന്ന ഈ കട്ട അതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യാം? ഗണിതത്തിൽ നല്ല ബുദ്ധിയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ 2 മിനിറ്റ് കൊണ്ട് പൂർത്തീകരിച്ച് തരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. മാഷിനൊന്നും അത് കഴിയൂല, നിങ്ങളെ കൊണ്ട് കഴിയോ? ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ചില മക്കൾ അത് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 2 മിനിറ്റ് പോലും വേണ്ട, ഇങ്ങനെ ആക്കിയാൽ തന്നെ എല്ലാം തികഞ്ഞ് അതത് കളറ് നല്ല ഭംഗിയിൽ കറക്റ്റ് ആയിട്ട് വെക്കും. അപ്പോ ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? നമ്മുടെ ക്യൂബ്സിന് ഉദാഹരണമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ പറയാനാണ് മാഷ് കൂടുതൽ സമയം എടുത്തത്. ഈ ക്ലാസ്സിൽ അതിന്റെ തുടർച്ചയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 3 ഡയമെൻഷൻ ത്രിമാന രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ത്രിമാന രൂപങ്ങളിൽ ആദ്യം ഗോളം സ്ഫിയർ പരിചയപ്പെട്ടു, അതിന്റെ എക്സാമ്പിൾ പരിചയപ്പെട്ടു. അതിനുശേഷം വൃത്തസ്തൂപിക കോണ് പരിചയപ്പെട്ടു, അതിന്റെ എക്സാമ്പിൾസ് പരിചയപ്പെട്ടു. പിന്നെ റെക്ടാങ്കുലർ ബ്ലോക്ക് അതായത് ചതുരക്കട്ട പരിചയപ്പെട്ടു, അതിന്റെ ഉദാഹരണങ്ങൾ പരിചയപ്പെട്ടു. ദെൻ ഫൈനലി ഇപ്പൊ എന്താണ്? ക്യൂബ് പരിചയപ്പെട്ടു, ക്യൂബിന്റെ ഉദാഹരണങ്ങളും അവിടെ പരിചയപ്പെട്ടു. ഇത് വരെ സെറ്റ് ആണോ? ഇവിടെ നോക്കിക്കേ, ഡൈസ് നോക്കിക്കേ. നമ്മൾ പറയാൻ വിട്ടൊരു ഐസ് ക്യൂബ്, നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐസ് ക്യൂബ് ഒക്കെ എന്തിന്റെ ഉദാഹരണമാണ്? ക്യൂബിന് ഉദാഹരണമാണ്. പിന്നെ റുബിക്സ് ക്യൂബ് കണ്ടോ, ഇവിടെ കണ്ടില്ലേ? ഈ രീതിയിലാണ് അത് പൂർത്തീകരിച്ചു വരിക. ഈ രീതിയിൽ പൂർത്തീകരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യണം? ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഷുഗർ ക്യൂബ്സ് ഒക്കെ കാണാം, ഡൈസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡൈസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണങ്ങൾ എക്സാമ്പിൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. പരീക്ഷ വളരെ എളുപ്പമാണെങ്കിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ ഈ ഭാഗമൊക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇത് നോക്കുക, 2D ആൻഡ് 3D, 3 ഡയമെൻഷൻ ആയിട്ടും 2 ഡയമെൻഷൻ ആയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ കൊടുത്തു, പിരമിഡ് വേണ്ട. ഇവിടെ നോക്കുക, കോണായിട്ടുള്ളത് വൃത്തസ്തൂപിക നമ്മൾ പരിചയപ്പെട്ടു. സർക്കിൾ നോക്കുക, സർക്കിൾ എന്തായിട്ട് മാറി? സ്ഫിയർ ആയിട്ട് മാറി അല്ലെ? വൃത്തം ഗോളമായിട്ട് മാറിയിട്ടുണ്ട്. ദെൻ സ്ക്വയർ നോക്കുക, സ്ക്വയർ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ക്യൂബായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ റെക്ടാങ്കിൾ എന്തായിട്ട് മാറും? റെക്ടാങ്കിൾ ബ്ലോക്ക് ആയിട്ട് അല്ലെ? റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ടും അവിടെ ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ 2D ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര നേരമായിട്ടുണ്ട്. ഈ 2Dന്റെ ആദ്യത്തെ പ്രത്യേകത പിന്നെ എന്താണ്? പെരിമീറ്റർ കാണുമ്പോൾ, അതായത് ചുറ്റളവല്ല, ഒരു ചുറ്റുള്ള മതിലിന്റെ നിങ്ങളൊക്കെ കാണാനുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ മാഷ് പറഞ്ഞു. മാഷ് പറഞ്ഞ കാര്യം എത്ര വേണമെങ്കിലും മാഷ് പറഞ്ഞുതരാം. അതിനുശേഷം 2 ഡയമെൻഷനിൽ നിന്നും അത് 3 ഡയമെൻഷനിലേക്ക് വന്നപ്പോൾ അതായത് സ്ഫിയർ, റെക്ടാങ്കുലർ ബ്ലോക്ക്, ക്യൂബ്, പിന്നെ കോണ് അല്ലെ? കോണായിട്ട് വന്നത് ഏതാണ്? വൃത്തസ്തൂപിക, പിന്നെ ചതുരക്കട്ട, പിന്നെ സമചതുരക്കട്ട, പിന്നെന്താ പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ്? ആദ്യം പഠിച്ച ഗോളം. എക്സാമ്പിൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് വേറെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കുക, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താണ് ഇവിടെ പ്രത്യേകത? ടാൻഗ്രാം അല്ലെ? ടാൻഗ്രാം ഇത് നോക്കുക, ഇത് കണ്ടാൽ തന്നെ അറിയാം. എന്താ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക കേട്ടോ. ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗത ഇങ്ങനെ നോക്കുമ്പോ ഇതാണ്ട, ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെ ഈക്വൽ ആണ് അല്ലെ? 4 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? സമചതുരമാണ് അല്ലെ? ഇത് ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ ഒരു സമചതുരത്തിനെ ടാൻഗ്രാം രൂപത്തിൽ മാറ്റിയ കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തത്. റാബിറ്റിന്റെ ചിത്രം നോക്കുക, ഷാർക്കിന്റെ ചിത്രം നോക്കുക, ഒട്ടകത്തിന്റെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തില് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ആ ചോദ്യം മാഷൊന്ന് ഇവിടെ വായിച്ചു തരാം, നിങ്ങൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. ഒരു സമചതുരത്തിനെ ശ്രദ്ധിക്കുക, ഒരു സമചതുരത്തിനെ 7 അല്ലെ 7 കഷ്ണങ്ങളാക്കി മാറ്റി, 7 കട്ട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഇവിടെ നോക്കുക, ഹൗസ്
ഇവിടെ വീടൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. റാബിറ്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒട്ടകത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷാർക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ട് ഉണ്ടോ, ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ രൂപങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു സമചതുരത്തിന് 7 കഷ്ണങ്ങൾ, 7 കഷ്ണങ്ങൾ കട്ട്സ് ചെയ്തിട്ട് 7 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അവ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ വരയ്ക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ടാൻഗ്രാം. പറയുന്ന പേരാണ് എന്ത്? ടാൻഗ്രാം. അപ്പോ ഈ ടാൻഗ്രാമില് 7 പീസസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ടാൻഗ്രാമില് 7 പീസസ് ഉണ്ട്. ഈ 7 പീസസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും 7 പീസസ്? ഒന്ന് പറഞ്ഞേ, 7 പീസസ് ഏതൊക്കെയായിരിക്കും? ഇവിടെ നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഇവിടെ അടുത്തൊരു ട്രയാങ്കിൾ കണ്ടോ? ഈ 2 ട്രയാങ്കിൾ എന്താണ്? ഒരേപോലെ. അപ്പോ 7 രൂപത്തിലെ 2 രൂപം ഏതാണെന്നറിയോ? 2 വലിയ ത്രികോണങ്ങളാണ്. 2 ബിഗ് ട്രയാങ്കിൾസ്. അപ്പൊ 2 വലിയ ത്രികോണങ്ങൾ ഉണ്ട്. ഇനി നോക്കുക, ഈ ഒരു ത്രികോണവും ഈ ഒരു ത്രികോണവും ഏകദേശം ഒരേപോലെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? 2 സ്മോള് ചെറിയ ട്രയാങ്കിളും അവിടെ വരുന്നുണ്ട്. അപ്പൊ 4 സൈഡ്സ് ആയ ചിത്രത്തിൽ നോക്കുക. ആദ്യത്തെ സൈഡ് ഇതാണ്, ഒരു വലിയത്, പിന്നെന്താണ്, ഒരു വലുത് വേറെ. അങ്ങനെ 2 ത്രികോണങ്ങൾ, 2 ട്രയാങ്കിൾസ് വന്നു. പിന്നെ ഇവിടെ നോക്കുക, മൂന്നാമതായിട്ടുള്ളതും നാലാമതായിട്ട് നോക്കുക, 2 ചെറിയ ത്രികോണങ്ങൾ വന്നു. പിന്നെ വലുതുമല്ല ചെറുതുമല്ല അല്ലെ. ഉമ്മാനോട് പോയും ചെയ്താണ്, ഉപ്പാനോട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി വേറെ ഒരു ത്രികോണം കൂടി അവിടെ ഉണ്ട്. കണ്ടോ? അപ്പോ ടോട്ടൽ എത്ര ഉണ്ട്? 5 ത്രികോണങ്ങൾ ഉണ്ട്. ടോട്ടല് 5 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 5 ട്രയാങ്കിൾസിൽ 2 എന്താണ്? ബിഗ് ആണ്, 2 എന്താണ്? സ്മോൾ ആണ്, ബാക്കി 1 എന്താണ്? ഒരു മീഡിയം സൈസ്, ഒരു ആവറേജ് മീഡിയം സൈസേ ഉള്ളൂ. ഇങ്ങനെ 5 ത്രികോണങ്ങള് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ രൂപപ്പെട്ട് 5 രൂപയിലെ ഇനി വേറെ 2 ആളും കൂടി ഉണ്ടാവുമല്ലോ. വേറെ 2 ആളും കൂടി ഇതവിടെ നോക്കുക. ഈ യെല്ലോ കളർ നോക്കുക. ഇതെന്താണ്? യെസ്, വെരി ഗുഡ്. അതൊരു സ്ക്വയർ ആണ്, സമചതുരമാണ്. അപ്പൊ 6ാമത്തെ ആളെയും കിട്ടിയില്ലേ? 6ാമത്തെ ആളെയും നമുക്ക് കിട്ടിയില്ലേ? കിട്ടി. 6ാമത്തെ ആളെയും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 7ാമത് ആരാളെ? 7ാമത്തെ രൂപം 7. ഇവിടെ നോക്കുക, ഈ ഒരു രൂപം ശ്രദ്ധിച്ചോ മക്കളെ? ഈ ഒരു രൂപം മാഷ് ഇന്നാളത്തെ കഥയിൽ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ നമ്മുടെ മോഹൻലാൽ, പുലിമുരുകൻ, ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ ഒന്ന് കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് എന്ത്? സാമാന്തരികവും പാരലോഗ്രാം അല്ലെ. സാമാന്തരികവും പാരലോഗ്രാം. അങ്ങനെ 7 സൈഡ്സ് ഉണ്ട് അവിടെ. എത്ര സൈഡ്സ് ഉണ്ട്? 7 സൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്ക്? എല്ലാ മക്കളും റെഡി അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഇതാ വലിയ ഈ ട്രയാങ്കിള്, അതേപോലെ തന്നെ 2ാമത്തെ ബിഗ് ട്രയാങ്കിൾ, 2 ബിഗ് ട്രയാങ്കിൾ. പിന്നെന്താണ്? 2 സ്മോൾ ട്രയാങ്കിൾ അല്ലെ. ഇതും ഇതും അടങ്ങിയ 2 സ്മോൾ ട്രയാങ്കിൾ. പിന്നെ 1 മീഡിയം അല്ലെ, നോർമൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിനെങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഉമ്മാൻ്റെ അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഉപ്പാൻ്റെ അവിടെ എത്തിയിട്ടില്ല. ചെറുതും അല്ല വലുതും അല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 5 ആയി. പിന്നെ ഏതാ വന്നത്? ഇതാ ഇവിടെ അല്ലെ. ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ അല്ലേ? അപ്പൊ ഇതെന്താണ്? സ്ക്വയർ ആണ് അല്ലെ. 6ാമത്തെ സ്ക്വയർ. ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോ പഠിച്ചു പാരലോഗ്രാം, അതായത് നമ്മുടെ സാമാന്തരികം. നമ്മുടെ ഈ സാമാന്തരികം. ഇങ്ങനെ 7 രൂപങ്ങൾ അടങ്ങി വിവിധ ഷേപ്പുകൾ. എന്താ? വീട്, പിന്നെ അതേപോലെ തന്നെ ക്യാമൽ, ഷാർക്ക്, പിന്നെ മുയല്, ഇങ്ങനത്തെ ജീവികളൊക്കെ അല്ലെങ്കിൽ ഈ ബോട്ടൊക്കെ നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാ? ടാൻഗ്രാം എന്ന് പറയുന്നത്. ആ രൂപങ്ങൾ 7 ഉണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യണം. 2 വലിയ ട്രയാങ്കിൾ, 2 ചെറിയ ട്രയാങ്കിൾ, ഒരു മീഡിയം. ഉമ്മാൻ്റെ അവിടെ നിന്ന് പോവുകയും ചെയ്തതാണ്, ഉപ്പാൻ്റെ അവിടെ എത്തിയിട്ടില്ല. പിന്നെയുള്ള രൂപം ഏതാണ്? സ്ക്വയർ അല്ലെ. 4 വശം തുല്യമായ സ്ക്വയർ ഉണ്ട്. പിന്നെ ഒരു സാമാന്തരികവും അടങ്ങുന്ന 7 രൂപങ്ങളാണ് ടാൻഗ്രാമിന് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഭാഗം കൂടി നിങ്ങൾക്ക്
പഠിക്കാനുണ്ട്. അപ്പൊ അത് നോക്കിയാലോ. ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരുന്ന ഏരിയ ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതാ കണ്ട ടാങ്ക്രാമിന്റെ കണ്ട ഒന്ന് ഇവിടെ നോക്കുക. ഇവിടെ നോക്കുക, വലിയ ത്രികോണം, വലിയ ത്രികോണം, ചെറിയ ത്രികോണം, ചെറിയ ത്രികോണം, മീഡിയം സൈസ് ഉള്ളത് ഇത് അവിടെ ഉണ്ട്. മീഡിയം സൈസിലുള്ള ഇവിടെ ഉണ്ട്. പിന്നെ സ്ക്വയർ ഇവിടെ ഉണ്ട്. സാമാന്തരിക ഇവിടെ ഉണ്ട്. ഇവിടെ പറഞ്ഞതിൽ മാറിയോ? ഇതിലിപ്പോ ഏകദേശം ഒക്കെ 3 ത്രികോണം ഒരേപോലെ തന്നെ തോന്നുന്നു അല്ലെ? ശരിക്കും അങ്ങനെ ഉണ്ടാവില്ല. 2 വലുതുണ്ടാവും, പിന്നെ 2 ചെറുതുണ്ടാവും. ഒന്ന് അവിടെ 7 ആണ് പിന്നെയും മീഡിയം ആയിട്ട് വരുന്നത് അല്ലെ? ഉമ്മാന്റെ അവിടെ നിന്ന് പോവുകയും ചെയ്ത് ഉപ്പാന്റെ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള രീതിയിലുള്ള 5, അങ്ങനെ ടോട്ടൽ 5 ത്രികോണം ഉണ്ടാവും. പിന്നെ ഒരു സാമാന്തരിക ഉണ്ടാവും. പിന്നെ എന്താ ഉള്ളത്? ഒരു സ്ക്വയർ കൂടി അടങ്ങിയ രൂപമാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് നോക്കുക. കണ്ട 7 രൂപങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാഷ് നേരത്തെ പറഞ്ഞു തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ലാസ്റ്റ് ഈ ഒരു പോർഷനും കൂടി നോക്കുക. ജിയോജിബ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജിയോജിബ്ര ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നിരന്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജിയോജിബ്ര ഈസ് എ ഫ്രീ ഇന്ററാക്റ്റീവ് മാത്സ് സോഫ്റ്റ്വെയർ. ഒരു മാത്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ജിയോജിബ്ര. വലിയ ക്ലാസ്സിലൊക്കെ SLC കുട്ടികളൊക്കെ IT എക്സാമിനൊക്കെ എഴുതുമ്പോൾ ജിയോജിബ്ര ഉപയോഗിച്ച് ഓരോരോ രൂപങ്ങൾ വരയ്ക്കാനും അതിന്റെ എന്താണ് ടോട്ടൽ ആയിട്ടുള്ള പരപ്പളവ്, ചുറ്റളവ് പോലുള്ള കാര്യം, പെരിമീറ്റർ ഒക്കെ കാണാനും വേണ്ടിയൊക്കെ ഉള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിലെ കുട്ടികൾ IT ചെയ്യാറുണ്ട്. അതിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? ജിയോജിബ്ര. അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിവിധ ഗണിത രൂപങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? അല്ലെ? അതായത് IT കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ്ട് വിവിധ ഗണിത രൂപങ്ങൾ, മാത്സ് ആയിട്ടുള്ള ഷേപ്പ്, മാത്സിന്റെ ഓരോരോ ഷേപ്സ് നമ്മളിപ്പോ പഠിച്ച പോലെ തന്നെയുള്ള രൂപങ്ങളൊക്കെ പെടും. 2D ആയാലും 3D ആയാലും ഒക്കെ പെടും. പ്രത്യേകിച്ച് 2Dന്റെ ആണ് പരപ്പളവും മറ്റൊക്കെ കാണാനൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് എന്ത്? ജിയോജിബ്ര. ഓക്കെ, ഉഷാറല്ലേ? അപ്പൊ 2Dയും 3Dയും ആംഗ്രാമും പിന്നെ അതേപോലെ തന്നെ എന്താണ്? ജിയോജിബ്ര. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഒക്കെ സെറ്റ് അല്ലേ? ഈ 7 രൂപങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആംഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അതിലെ 7 രൂപങ്ങൾ ഇതാ ഏതൊക്കെ വരുന്നതെന്നൊക്കെ ഒക്കെ ആലോചിക്കുക. 5 ത്രികോണത്തിൽ തന്നെ 5 പോയി അല്ലെ? 2 വലുത്, 2 ചെറുത്, 1 ഇടത്തരം അല്ലെങ്കിൽ മീഡിയം സൈസിൽ. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു സാമാന്തരികവും അടങ്ങുന്നതാണ്. പിന്നെ 2D 3D പിന്നെ ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, കറക്റ്റ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇതാ പെരിമീറ്റർ, അതായത് ഇങ്ങനെ ചുറ്റുള്ള അളവ് കാണുമ്പോൾ ഈ കൂട്ടണ ഈ കാര്യങ്ങളും എന്ത് ചെയ്യരുത്? മറക്കാൻ പാടില്ല. അപ്പൊ ഈ 2 ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വെറും രൂപങ്ങൾ മാത്രമല്ല, പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ മൂലകൾ കട്ട് ചെയ്താലുള്ള ചോദ്യങ്ങളും നിരന്തരം ചോദിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? നിരന്തരം ഓർത്ത് വെക്കുക. അച്ഛൻ്റെ ക്ലാസ് ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാനൊരു പാമ്പിന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ എന്തിനാ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനി മുതൽ LSSന് മാത്സ് അല്ല, ഏത് സബ്ജക്റ്റിൽ ഏത് ചോദ്യം ചോദിച്ചാലും ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതണം. യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്? ചോദ്യത്തിന് ആൻസർ ചെയ്യാതെ അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. എല്ലാത്തിനും ജാഗ്രതയോട് കൂടി ആൻസർ ചെയ്യുക. പിന്നെ ടഫുള്ള ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. അത് തരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്ത് ശീലാവാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് തരിക, നിങ്ങൾ അതിൽ എഴുതുക, 10ൽ 10 മാർക്ക് വാങ്ങി അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മളെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മൾ പഠിക്കുകയും ആ രീതിയിൽ മാർക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ഫുൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ LSS എക്സാമിന് പോകാൻ. കള്ളത്തരം കാണിച്ചാലൊക്കെ എന്താണെന്നറിയോ? പിന്നെ അതൊക്കെ ലാസ്റ്റ് ആ എക്സാമിൽ നമ്മൾ ബാധിക്കും. അപ്പോൾ യാതൊരു കള്ളത്തരം കാണിക്കാതെ എന്തെങ്കിലും എന്താ പറയാ തെറ്റ് പറ്റുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എവിടെ നോക്കാതെ കൃത്യമായിട്ട് എഴുതുക. ഏതെങ്കിലും മാർക്ക് പോയാൽ ആൻസർ കീ വരുമ്പോൾ അത് എവിടെയാണ് നഷ്ടപ്പെട്ടത്, അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയുക. ആ രീതിയിൽ എല്ലാ വിഷയവും ക്ലിയർ ആയിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് അല്ല LSS എന്തായാലും നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, താങ്ക് യു.